ഹായ് ഗൈസ്. സോ ലാസ്റ്റ് സെഷനിൽ നമ്മളൊരു സിമ്പിൾ കാൽക്കുലേറ്ററിന് കോഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. പ്ലസ് നമ്മൾ 3 അഡീഷണൽ ഡാറ്റ ടൈപ്സും കൂടി ഗോ ത്രൂ ചെയ്തിരുന്നു. അത് ഒന്ന് ബൂളിയൻ, പിന്നെ അറേസ്, പിന്നെ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞും ഗോ ത്രൂ ചെയ്തിരുന്നു. ഓക്കെ, ഇനി നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പറേറ്റേഴ്സൊക്കെ ആഡ് ചെയ്യുന്നത് ഒന്ന് ലോഗ് ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ് ഞാനത്. ഓക്കെ, അതായത് ഒരു തവണ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോഴും ആ ഡീറ്റെയിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കണമല്ലോ. സോ അത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് സർവറിലേക്ക് അയക്കാൻ കഴിയും, അല്ലെങ്കിൽ അനലിറ്റിക്സായി ഉപയോഗിക്കാൻ കഴിയും. ലേറ്റർ ഓൺ ആണത്. സോ അത് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക്കലി എന്താ ആവശ്യം എന്ന് വെച്ചാൽ അറേസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യം ഒരു വേരിയബിൾ ഉണ്ടാക്കണം. ആക്ച്വലി ഒരു അറേ വേരിയബിൾ ഉണ്ടാക്കണം. അതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലോഗ് എൻട്രീസ് അത് സ്റ്റോർ ചെയ്യുകയും വേണം. ഓക്കെ, ഇതൊരു സിംഗിൾ വാല്യൂ അല്ല, ഒരുപാട് വാല്യൂസ് വരും. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ അറേസ് ആണ് യൂസ് ചെയ്യേണ്ടി വരും നമ്മുടെ ലോഗ് എൻട്രീസിന്. ഓക്കെ, സോ അറേ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡാറ്റകളെ ഒരു കൂട്ടമായി സൂക്ഷിക്കാനുള്ളതാണെന്ന് ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് എഴുതാമെന്നും പറഞ്ഞു അറേനെ. പിന്നെ ഓരോ വാല്യൂ നമ്മൾ കോമ ഇട്ട് വേർതിരിക്കുന്നു പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇനീഷ്യലി ഒരു MTR ക്രിയേറ്റ് ചെയ്യാം, കാരണം അതിൽ ലോഗ് ഡാറ്റ ഒന്നും ഇല്ലല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യണം ലെറ്റ് ലോഗ് എൻട്രീസ് എന്നും പറഞ്ഞു കൊടുത്തു ഈക്വൽ ടു MTR. ഓക്കെ, നിങ്ങൾക്ക് വാല്യൂ കൊടുക്കണമെങ്കിൽ ഇന്ന വാല്യൂ കൊടുക്കാം, 1, 2, 3 അല്ലെങ്കിൽ അങ്ങനെ 10, എന്ത് വാല്യൂസ് ആണെന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമുക്കിവിടെ വാല്യൂസ് ആവശ്യമില്ല, കാരണം MTR ആണ് ഉള്ളത്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പ്ലൂറലായിട്ട് കൊടുത്തേക്കുന്നത് ലോഗ് എൻട്രീസ് എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, കാരണം പല ഐറ്റങ്ങളും ഉണ്ടാവും അറേയിൽ. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഓരോ തവണയും നമുക്ക് പുതിയ എൻട്രി ആഡ് ചെയ്യണം നമ്മുടെ അറേയിലേക്ക്. ഒരു എക്സാമ്പിൾ എടുക്കാം, നമ്മൾ ആഡിൻ്റെ ഉള്ളിൽ എടുക്കാം. ഓക്കെ, സോ ഇവിടെ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഓരോ എൻട്രിയും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം അറേയിലേക്ക്. ഓക്കെ, സോ അറേയിലേക്ക് പുതിയൊരു ഐറ്റം ചേർക്കാൻ ജാവാസ്ക്രിപ്റ്റിലൊരു മെത്തേഡ് ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ പേരാണ് പുഷ്. അത് ബേസിക്കലി പുതിയത് പുഷ് ചെയ്യുക എന്നാണ് അർത്ഥം. അതിൻ്റെ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഞാൻ ലോഗ് എൻട്രീസ് ഡോട്ട് പുഷ് ഓഫ് എൻ്റർ ഇൻപുട്ട് സേവ് ചെയ്യാം. ഇതുകൊണ്ട് ഓരോ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും പുതിയ നമ്പർ ഈ അറേയിലേക്ക് ആഡ് ആകും. ഓക്കെ, ഇനി നമുക്ക് ഇത് ശരിയായിട്ട് ആഡ് ചെയ്യണ്ടോ എന്നുള്ളത് നമുക്ക് കൺസോൾ വഴി നോക്കാം. ഓക്കെ, ഞാനിവിടെ കൺസോൾ എഴുതാണ്. ആഡ് ചെയ്ത ശേഷം ലോഗ് എൻട്രീസ്. ഓക്കെ, ലോഗ് എൻട്രീസ് നമ്മൾ ലോഗ് എൻട്രീസ് നമ്മൾ ഉപയോഗിച്ചു. ഇനി നമുക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം ബ്രൗസറിൽ വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന് ഇൻസ്പെക്ട് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് കൺസോൾ താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ ഞാൻ 5+ ഇട്ടപ്പോൾ 5 വന്നു അറേയിൽ. ഓക്കെ, സോ ഓരോ തവണയും നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അറേയിൽ പുതിയ ഐറ്റംസ് നമുക്ക് കിട്ടും. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 + 30 + 5+. സോ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. 10 + 5, 10, 35 ഈ വാല്യൂസൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അറേയിൽ. അങ്ങനെ ഹിസ്റ്ററി പോലെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ വാല്യൂസ്. സോ അറേയിൽ നിന്നും വാല്യൂസ് വായിക്കണം. ആക്ച്വലി നമുക്ക് ഈ അറേയിൽ നിന്ന് ഈ അറേ ഉണ്ട്, ഈ അറേയിൽ നിന്ന് നമുക്ക് പെർട്ടിക്കുലർ വാല്യൂ കിട്ടണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ 5 എനിക്ക് കിട്ടണം. ഓക്കെ, 2 5 ഉണ്ട് ഈ അറേയിൽ. എനിക്ക് ആദ്യത്തെ ഈ 5 നമുക്ക് കിട്ടേണ്ടത്. ആദ്യത്തെ 5ൻ്റെ വാല്യൂ ലൈക്ക് ആദ്യത്തെ ഇൻഡെക്സിൻ്റെ ആദ്യത്തെ പൊസിഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടണം അറേയിൽ എന്നുണ്ടെങ്കിൽ അറേയിൽ വാല്യൂ നിന്ന് എങ്ങനെ എടുക്കാമെന്ന് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ സപ്പോസ് നമുക്ക് ആദ്യത്തെ എലമെൻറ്റ് മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സ്ക്വയർ ബ്രാക്കറ്റിൽ നൊട്ടേഷൻ കൊടുക്കണം. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതുകയാണെങ്കിൽ console.logൽ ലോഗ് എൻട്രീസ് ഓഫ്. ഓക്കെ, ഞാൻ 0 ആണ് കൊടുക്കുന്നത് ആദ്യത്തേത്. കാരണം എന്താ വെച്ചാൽ അറേകളിൽ ഇൻഡെക്സ് എല്ലാം 0 ബേസ്ഡ് ആണ്. അതായത് ആദ്യത്തെ ഐറ്റത്തിൻ്റെ ഇൻഡെക്സ് 0 ആകും, രണ്ടാമത്തത് 1. അങ്ങനെ ഇത് ഇവിടെ 0 ആണ് ഇൻഡെക്സ്, ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്. അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഡെക്സ് 1 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ഞാനിവിടെ സേവ് ചെയ്യാം. ഇൻഡെക്സ് 1 നമുക്ക് കൊടുത്തു നോക്കാം. ആദ്യം ഇൻഡെക്സ് 1 കൊടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താ കിട്ടണമെന്നുള്ളത്. ഒന്ന് റീലോഡ് ചെയ്യാം. എന്നിട്ട് 5+ എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡ് ആണ് നമുക്ക് കിട്ടുക. കാരണം എന്ന് വെച്ചാൽ ആ 5 0th പൊസിഷനിലാണ് കിടക്കുന്നത് അറേയുടെ.
ഓക്കെ ഫസ്റ്റ് പൊസിഷൻ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് അൺഡിഫൈൻഡ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ 0 കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് ചെയ്യാം, ഒന്ന് റീലോഡ് ചെയ്യാം. എന്നിട്ട് 5+ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് അറേസിൽ ബേസിക്കലി ചെക്ക് ചെയ്യുന്നത്. സോ അറേസ് നിങ്ങൾക്ക് ക്ലിയർ ആയി വിചാരിക്കുന്നു. സോ പുഷ് എന്ന് പറഞ്ഞാൽ അറയിലേക്ക് വാല്യൂ ആഡ് ചെയ്യാനായിട്ട് എനിക്ക് അവസാനം ഈ വരുന്ന വാല്യൂ ഈ അറയിൽ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുഷ് മെത്തേഡാണ് യൂസ് ചെയ്യുക. പിന്നെ ലോഗ് എൻട്രീസ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റത്തെ വാല്യൂ എനിക്ക് അറിയുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുത്തത്. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ചും കൂടിയും നിങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് എ ലോട്ട്. ബൈ.